അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 166. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. അല്ലാഹുമ്മ യസ്സിർ ഹിസാബനാ. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദിവസങ്ങളായി നാം തുടങ്ങിവെച്ച സൂറത്തുൽ ഗാശിയ ഇന്നത്തെ ചർച്ചയോടുകൂടെ സമാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, നബിയെ, തങ്ങൾ നിരന്തരമായി ഉത്ബോധിപ്പിക്കണം, തങ്ങളുടെ ബാധ്യത അത്രയേ ഉള്ളൂ. പക്ഷേ ഉപദേശത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് കളയുന്നവൻ അവനെ അല്ലാഹു ശിക്ഷിച്ചുകൊള്ളും. തങ്ങൾ തങ്ങളുടെ ബാധ്യത നിർവഹിക്കുക, അതിനപ്പുറം തങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അതിക്രമം പ്രവർത്തിച്ചവനും തിരിഞ്ഞു കളഞ്ഞവനും ആരാണോ അവനെ കൈകാര്യം ചെയ്യുന്നത് അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും ആ ജനങ്ങളുടെയൊക്കെ മടക്കം, മനുഷ്യരുടെ മടക്കം നമ്മിലേക്കാണ്, അവരുടെ റിട്ടേൺ നമ്മിലേക്കാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, അങ്ങനെ മടങ്ങി വന്നതിൻ്റെ ശേഷം അവരെ വിചാരണ നടത്തുന്ന ഉത്തരവാദിത്വം അത് നാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവരെ എന്നിലേക്ക് മടക്കിക്കൊണ്ടുവരാനും ശേഷം അവരെ വിചാരണ ചെയ്യാനും അത് ഞാൻ ഏറ്റെടുത്ത കാര്യമാണ്. കൃത്യമായി അത് നടക്കുക തന്നെ ചെയ്യും. ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യൻ നന്നാവേണ്ടതിൻ്റെ അനിവാര്യത ഇത് രണ്ടുമാണ്. മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് തന്നെ നശിച്ചടിഞ്ഞ് ചേർന്ന് പോവുകയാണെങ്കിൽ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. പലരും വിശ്വസിക്കുന്നത് പോലെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും എന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ നമുക്കൊന്നും ബേജാറാവാനില്ല. പക്ഷേ പറഞ്ഞതെല്ലാം പുലർന്ന ഈ കാലഘട്ടത്തിൽ പോലും ആ വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രവചനങ്ങൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞതെല്ലാം പുലർന്നിരിക്കുന്ന വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്, മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു, മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും, ആ മണ്ണിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കുന്നു. അല്ല വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, വീണ്ടും അതിൽ നിന്ന് നിങ്ങളെ നാം മടക്കി സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഈ മടക്കത്തെയാണ് ഭയപ്പെടേണ്ടത്. മടക്കമുണ്ടത്രേ, ഒരു റിട്ടേൺ ഉണ്ടത്രേ. റബ്ബിലേക്ക് തന്നെ നമ്മെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഒരു തിരിച്ചുപോക്കുണ്ടെങ്കിൽ അതെന്തിന് എന്ന് ആലോചിക്കാതിരിക്കാൻ തലച്ചോറുള്ള ഒരാൾക്കും പിന്നീട് നിർവാഹമില്ല. അതാലോചിച്ചേ പറ്റൂ. അതെ, എൻ്റെ നന്മ തിന്മകൾ അതിൻ്റെ കൃത്യമായ ഹിസാബെടുപ്പിന് വേണ്ടിയാണത്. ആ വിചാരണയെടുത്ത് ജഡ്ജ്മെൻ്റ് നാളിൽ എനിക്ക് അനുകൂലമായും പ്രതികൂലമായും വിധി പറയാൻ പോവുകയാണ്. ഇത് ഭയപ്പെടേണ്ട കേസ് തന്നെയല്ലേ? അതുകൊണ്ടാണ് ഈ മടക്കത്തെക്കുറിച്ചും ഈ ഹിസാബിനെക്കുറിച്ചും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മനുഷ്യന് നന്നാകാൻ ഉതകുന്ന വിധം വല്ലാതെ ഉണർത്തുകയുണ്ടായി. ഇലയ്യ മർജിഉക്കും, നിങ്ങളുടെ മടക്കം എന്നിലേക്കാണ്. സുമ്മ ഇലൈഹി മർജിഉക്കും സുമ്മ ഇലാ റബ്ബിക്കും മർജിഉക്കും, ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കം. കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ അൻ റആഹു ഇസ്തഗ്ന ഇന്ന ഇലാ റബ്ബിക റുജഅ, മനുഷ്യൻ അവൻ സ്വയം പര്യാപ്തനാണെന്ന് തോന്നുമ്പം അവൻ പിഴച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, കല്ലാ, വേണ്ടട്ടോ, വേണ്ട, ഇന്ന ഇലാ റബ്ബിക റുജഅ, നിശ്ചയം നിന്റെ മടക്കം നിന്റെ നാഥനിലേക്കാണ്. എൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനുള്ളവനാണെന്ന ബോധത്തോടെ നീ ജീവിച്ചാൽ മതി. ഇലൈഹി തുർജഊൻ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇലയ്യ മർജിഉക്കും ജമീഅ, ഇങ്ങനെ തുടങ്ങിയിട്ട് എത്ര പ്രയോഗങ്ങളാണ്
ഡസൻ കണക്കിന് പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ നിറഞ്ഞു കിടക്കുന്നത്. അത് മനുഷ്യനെ നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മരുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാളെയുള്ള ഈ തിരിച്ചു പോക്കിനെ കുറിച്ച് നാം ആലോചിച്ചേ പറ്റൂ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കെടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചേ പറ്റൂ. അള്ളാഹു നമ്മുടെ ഹിസാബ് എളുപ്പമാക്കി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം സൂറത്തുൽ ഗാശിയ ഇവിടെ സമാപിക്കുകയാണ്.